ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരാഴ്ച വരെ കേടുകൂടാതെ വയ്ക്കാവുന്ന പുളിയിഞ്ചി കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വെജിറ്റേറിയൻ സദ്യകളിൽ ഇഞ്ചി കൊണ്ടുള്ള ഒരു കറി ഉണ്ടാകും. ഒന്നുകിൽ ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിയിഞ്ചി. രണ്ടും ഇഞ്ചി കൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും രണ്ട് തരത്തിലുള്ള കറികളാണ്. നമുക്കിന്ന് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പുളിയിഞ്ചിയുടെ റെസിപ്പി നോക്കാം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നേക്കരുതേ. 100 ഗ്രാം ഇഞ്ചി കൊണ്ടാണ് ഇന്ന് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്. പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിയും പുളി എന്ന് പറയും. ഇഞ്ചിക്കറി ആണെങ്കിൽ അതിന് തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർക്കണം. ഇത് കടയിൽ നിന്ന് വാങ്ങിയ ഇഞ്ചിയാണ് കേട്ടോ. ഞങ്ങൾ ഇഞ്ചി നട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും പറിച്ചെടുക്കാനായിട്ട് മൂപ്പെത്തിയിട്ടില്ല. നട്ടേക്കണ ഇഞ്ചിക്ക് വളമിട്ട് മണ്ണിട്ട് മൂടിയിട്ടുള്ളൂ. ഇഞ്ചി കൃഷിയുടെ ഒരു വീഡിയോ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. പുളിയിഞ്ചി എന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും ചെറിയ മധുരവും പുളിയും ഉപ്പും ഒക്കെ നല്ലൊരു എരിവും ഒക്കെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കറിയാണ് ഇഞ്ചിപ്പുളി. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർക്കുന്നത്. 1/4 കപ്പ് ശർക്കര, 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താനിടണം. ഇത്തവണ കടയിൽ നിന്ന് കിട്ടിയ ശർക്കരയിൽ നിറച്ച് കരടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിടുന്നത്. നല്ല ശർക്കരയാണെങ്കിൽ ഇത്രയും ശർക്കര ചുരണ്ടി എടുത്തിട്ട് നേരെ കറിയിലേക്ക് ചേർത്താൽ മതിയാകും കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്താനിടാം. ഇതുപോലെ നല്ല കറുത്തിട്ടുള്ള വാളംപുളിയാണ് പുളിയിഞ്ചിക്ക് ഏറ്റവും നല്ലത്. പുളിയിഞ്ചിക്ക് നല്ല കളറും കിട്ടും. നല്ല കറുത്തിട്ടുള്ളൊരു കളറാണ് പുളിയിഞ്ചിയുടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കളറും കിട്ടും. മാത്രമല്ല നല്ല പുളി ഉണ്ടാവും. ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി ചെറുതാക്കി നുറുക്കിയെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇഞ്ചി നുറുക്കാനായിട്ട് നമ്മളിവിടെ കത്തിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പറോ ചോപ്പിംഗ് ബോർഡ് അങ്ങനെയുള്ള ഒരു സാധനവും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അടുക്കളയിലുള്ള 2 പാത്രങ്ങൾ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഇഞ്ചിയും നുറുക്കിയെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ ഇഞ്ചി നുറുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇഞ്ചി ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ നുറുക്കിയെടുക്കുക. കനം കുറച്ച് നുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നുറുക്കിയെടുത്തിട്ട് ഇഞ്ചി നാളുകളോളം സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് അതുകൊണ്ട് ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാം. ഇഞ്ചി തൊലി കളയാനും അരിയാനോ നുറുക്കാനോ ഇതിനൊന്നും സമയം കളയണ്ട. അപ്പോൾ ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുള്ള ഇഞ്ചിനെ ഒരു ചരുവത്തിലിടാം. ചരുവം ഇത്തിരി വട്ടമുള്ള അതും ഉയരം കൂടിയതുമായിട്ടുള്ള ഒരു ചരുവത്തിൽ വേണം ഇടാനായിട്ട്. അതിന് ശേഷം ഒരു വക്കുള്ള ഗ്ലാസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി കുത്തി എടുക്കുക. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. പണ്ടൊക്കെ കല്യാണ സദ്യകൾക്കൊക്കെ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി ഇതുപോലെയൊക്കെയാണ് നുറുക്കിയെടുക്കുന്നത്. ഇഞ്ചിയൊക്കെ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് എന്തോരം ഉണ്ടെന്ന് നോക്കാം. നുറുക്കിയ ഇഞ്ചി 1 കപ്പ് അളവിലുണ്ടെന്ന് പറയാം. വക്കിന് തൊട്ട് താഴെയായിട്ട് വരെ ഉണ്ട് കേട്ടോ. ഇനി കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇടാം. ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് അതും കൂടെ ചേർക്കുക. 2 തണ്ട് വേപ്പിലയും ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. അടി കത്ത് പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ അല്പം കൂടെ ഒഴിച്ചോളൂ. ഇനി ഇത് നന്നായി ഇളക്കി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി നല്ലോണം ക്രിസ്പി ആയിട്ട് വരണം. നല്ലൊരു ബ്രൗൺ നിറത്തിലേക്ക് ആയിട്ട് വരണം. ഇഞ്ചിയിലെ വെള്ളം ചെറുതായിട്ടൊന്ന് വലിഞ്ഞതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇഞ്ചി ചെറുതായി ബ്രൗൺ നിറത്തിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള വാളംപുളി അരിച്ചൊഴിക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പുളി മുഴുവനായിട്ടും അരിച്ചൊഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ ശർക്കരയും കൂടെ അരിച്ചൊഴിക്കാം. ഇനി പുളിയിഞ്ചിയിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം. ഇഞ്ചി വറക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുള്ളതാണ്. ഇഞ്ചിക്ക് നല്ല എരിവുണ്ട്. കൂടാതെ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. കട്ടക്കായം ആണെങ്കിൽ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഒന്ന് വലിച്ച് ചെറിയ പീസുകളാക്കിയിട്ട് കറിയിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി തിളപ്പിക്കുക.
ഇപ്പോൾ പുളിയിഞ്ചിയുടെ ഗ്രേവിയൊക്കെ ഭയങ്കര ലൂസായിട്ടാണ് ഇരിക്കണേ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് അങ്ങ് കുറുകി വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി അങ്ങ് തിളപ്പിക്കുക. ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് കുറുകി ഈ ഒരു പാകത്തിനായി വരണം. ഈ ഒരു സമയത്ത് ഉപ്പും പുളിയും എരിവും മധുരവും ഒക്കെ പാകത്തിനാണോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ അളവിലുള്ള ഇഞ്ചിക്ക് ഇത്രയും തന്നെ പുളി എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കുറയില്ല. കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്പം കൂടെ മധുരം ചേർത്താൽ മതി. ഞാൻ 1/2 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം പാകത്തിനാണെങ്കിൽ ഫ്ലെയിം ഓഫാക്കി അടുപ്പത്തുനിന്ന് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരും. ഇനി കറി ഒന്ന് താളിക്കണം. ഇതിനായിട്ടൊരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇടാം. ഇനി 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർക്കണം. പുളിയിഞ്ചിയിൽ സാധാരണ താളിക്കുന്ന സമയത്ത് ഉഴുന്നും കൂടെ ചേർക്കാറുണ്ട്. ഇത് തൊലിയുള്ള തരം ഉഴുന്ന് പരിപ്പാണ്. ഉഴുന്ന് ബോൾസ് ചേർത്താലും മതി. 2 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും 2 ഉണക്കമുളകും 2 തണ്ട് വേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഈ കറിയിലേക്ക് നേരെ ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ രുചികരമായ പുളിയിഞ്ചി ഇവിടെ റെഡിയായി. വിശേഷ അവസരങ്ങളിലൊക്കെ ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. പുളിയിഞ്ചി ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതുപോലൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചാൽ ദിവസങ്ങളോളം ഉപയോഗിക്കാം. പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിയും പുളി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.